മക്കളെ 2024 ജാനുവരി ഷിഫ്റ്റിലെ 27th സെക്കൻഡ് ഷിഫ്റ്റ്. ഓക്കെ, ശ്രദ്ധിക്കാം. എന്താണ് ദ കോഎഫിഷ്യന്റ് ഓഫ് ബൈനോമിയൽ തരത്തിൽ ചോദ്യം അല്ലേ. ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റൈസ് ടു 2012 ഓക്കെ ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് 1 minus x whole raised to 2008 into 1 plus x square whole power 2007 is equal to. ഓക്കെ, സോ നമുക്ക് ഇവിടെ നമുക്കൊന്ന് ചെറുതായിട്ട് മാറ്റി എഴുതാൻ വേണ്ടി പറ്റും നോക്കാം. ഓക്കെ, എങ്ങനെയാ? അപ്പൊ നമുക്കിവിടെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റൈസ് ടു 2012 അല്ലെ, അഥവാ 2012 അതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം. ഈ 1 minus x whole raised to 2008 ഞാനൊരു കാര്യം ചെയ്യാണ്. 1 minus x whole raised to 2007 അല്ലെ ഇൻറ്റു 1 minus x whole ഇൻറ്റു വാട്ട് ഇസ് ദാറ്റ്, ഒരു കാര്യം ചെയ്യാം. 1 minus x ഇൻറ്റു 1 minus x whole raised to 2007 അല്ലെ ഇൻറ്റു 1 plus x സ്ക്വയർ ഹോൾ പവർ 2007 എന്ന് കൊടുക്കാം. ഓക്കെ അല്ലെ. സോ 1 minus x ഇൻറ്റു അല്ലെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? 1 minus x ഇൻറ്റു 1 plus x സ്ക്വയർ ഹോൾ പവർ 2007 എന്ന് കൊടുക്കാം. ഓക്കെ അല്ലെ. ഇനി എന്താണ് ഈ സാധനം? ഇത് 1 minus x ഇൻറ്റു 1 plus x സ്ക്വയർ ഹോൾ റൈസ് ടു 2007 എന്ന് പറഞ്ഞാൽ അത് സിംപ്ലി എന്താണ്? എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഫോം ആണ് അല്ലെ. വാട്ട് ഇസ് എ ക്യൂബ് മൈനസ് ബി ക്യൂബ്? എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ അല്ലെ എന്ന് പറഞ്ഞ പോലെയാണ്. ഓക്കെ, സോ ഇതിനെ നമുക്ക് 1 minus x ഇൻറ്റു നമുക്ക് എന്ത് കൊടുക്കാം? 1 minus x ക്യൂബ് അല്ലെങ്കിൽ 1 ക്യൂബ് മൈനസ് എക്സ് ക്യൂബ് അല്ലെങ്കിൽ 1 minus x ക്യൂബ് ദ ഹോൾ റൈസ് ടു 2007 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എക്സ് റൈസ് ടു 2012 എന്ത് കണ്ടുപിടിക്കണം? ആ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നാളെ ഞാൻ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവന്റെ ജനറൽ ടേം എഴുതാണ്. ഓക്കെ അല്ലെ. സോ 1 minus x ഇൻറ്റു ഓക്കെ എന്താണ് ഇതിന്റെ ജനറൽ ടേം? ലിസൺ, ശ്രദ്ധിക്കുക. ഞാൻ ഇവിടെ എന്റെ വാല്യൂ 2007 ആണെന്ന് എനിക്കറിയാം, പക്ഷെ എഴുതാൻ എളുപ്പത്തിൽ ഞാൻ n തന്നെ എഴുതിയാണ്. സോ n ഓക്കെ CR ഇൻറ്റു എക്സ് റൈസ് ടു 3 ഓക്കെ ഹോൾ റൈസ് ടു r അല്ലെ ഇൻറ്റു -1 ഹോൾ റൈസ് ടു r. ഓക്കെ, നമ്മൾ ജനറൽ ടേം എഴുതി. ഓക്കെ, എന്നിട്ട് നമുക്ക് അതൊന്നും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇതായത് ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഒന്നും കൂടി ജനറലൈസ് ചെയ്യാം. അപ്പൊ ഈ പറഞ്ഞ ഇവിടെ 1 minus x ഉണ്ട്, അതിന് ഓരോന്നിന്റെ മൾട്ടിപ്ലൈ ആണ്. സോ 1 ഇൻറ്റു ഫസ്റ്റ് 1 ഇൻറ്റു NCR ഇൻറ്റു എക്സ് റൈസ് 3 ഹോൾ പവർ r അല്ലെ. എക്സ് റൈസ് 3 ഹോൾ പവർ r എന്ന് നമുക്കറിയാം എക്സ് റൈസ് 3r ആണ്. അപ്പൊ ഇവിടെ NCR ഇൻറ്റു എക്സ് റൈസ് 3r അല്ലെ മൈനസ് അടുത്തത് x ഇൻറ്റു എക്സ് റൈസ് 3 ഹോൾ പവർ r അല്ലെ എന്ന് പറയുമ്പോൾ എക്സ് റൈസ് ടു 3r പ്ലസ് 1 എന്ന് വരും. ഓക്കെ, തൽക്കാലം ഈ പറഞ്ഞ -1 ഹോൾ റൈസ് ടു r എന്താവട്ടെ അവിടെ പുറത്ത് കിടക്കട്ടെ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ രണ്ട് ടേം പോലെയുള്ളത്. അപ്പൊ നമ്മൾ ഓരോന്നിനും എന്താണ് എക്സ് റൈസ് ടു 2012 കിട്ടുന്ന രീതിയിലുള്ള r വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഞാൻ ഈ ടേം എടുത്തു. ഓക്കെ, അഥവാ 3r is equal to, ശ്രദ്ധിക്കണേ മക്കളെ, 3r is equal to 2012 കിട്ടുന്നുണ്ടോ നോക്കി. r is equal to 2012 ഡിവൈഡ് ബൈ 3 അല്ലെ. നമുക്ക് 2012 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് എന്തല്ല, വി വിൽ ഗെറ്റ് നോട്ട് എൻ ഇന്റീജർ. ഓക്കെ, ഒരു ഇന്റീജർ കിട്ടത്തില്ല. ഓക്കെ, നാച്ചുറൽ നമ്പർ നമുക്ക് കിട്ടില്ല. ഓക്കെ അല്ലെ. അപ്പൊ ഇവിടെ എന്തല്ല, പോസിബിൾ അല്ല. ഓക്കെ അല്ലെ. അപ്പൊ ഇവനെ വെച്ചിട്ട് എന്ത് പോസിബിൾ അല്ല? 2012 എന്ന് പറഞ്ഞ ടേം എന്തല്ല പോസിബിൾ അല്ല. അപ്പൊ ഇവന്റെ കാര്യം ഞാൻ വിട്ടു. ഓക്കെ, ഇനി അടുത്തവനെ ഞാൻ എടുക്കുകയാണ്. ഏതാണ്? 3r plus 1 അല്ലെ. അപ്പൊ 3r plus 1 is equal ഞാൻ അത് കൊടുത്താണ് 2012 എന്ന് കൊടുത്തു. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ 3r is equal to 2011 എന്നാവും. ശരിയല്ലേ? അപ്പൊ r is equal to 2011 ഡിവൈഡ് ബൈ 3. ഇവിടെയും എന്തല്ല മക്കളെ, പോസിബിൾ അല്ല. കാരണം 2011 എന്തല്ല, നമ്മുടെ 3യുടെ മൾട്ടിപ്പിൾ അല്ല. ഓക്കെ അല്ലെ. അപ്പോ 2012 എന്ന് പറഞ്ഞ പവർ ഒരിക്കലും എന്താവില്ല, വരില്ല. ഓക്കെ, കാരണം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള r നമുക്ക് കിട്ടുന്നില്ല. ഇന്റിജർ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ ആയിട്ട് r കിട്ടുന്നില്ല. സോ വാട്ട് ഇസ് ദാറ്റ്? അങ്ങനെ ടേം ഉണ്ടാവില്ല. സോ അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് വാട്ട് എക്സ് റൈസ് ടു 2012 ഈസ് ഈക്വൽ ടു നമുക്ക് ഡയറക്റ്റ്ലി എഴുതാമെന്നാണ് 0.